Hello friends, എല്ലാവർക്കും വർക്ക് അറ്റ് ഹോമിന്റെ ഒരു എക്സൈറ്റിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും സന്തോഷം തരുന്ന നല്ലൊരു കാര്യമാണ്. ഞാൻ ഫസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് അപ്വർക്കിനെ കുറിച്ചാണ് അല്ലേ? അപ്പോൾ അപ്വർക്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി കുറേ പേര് വന്നു. അപ്വർക്കിൽ കുറേ പേര് ജോയിൻ ചെയ്തു. നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയത് ശരിക്കും പറയണമെങ്കിൽ അപ്വർക്ക് തന്നെയാണ് അല്ലേ? ആദ്യമായിട്ട് പുഷ്പം വീഡിയോ ചെയ്ത് അപ്വർക്കിന് വേണ്ടിയിട്ടായിരുന്നു. അപ്വർക്കിൻ്റെ ഒരു വീഡിയോ ഞങ്ങളുടെ ജീവിതമാർഗം എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു അപ്വർക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കും, എൻ്റെ ഫ്രണ്ട്സിന് ആർക്കും, സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമല്ല, നമ്മൾ ഫ്രണ്ട്സിന് ആർക്കും അറിയാത്തതായിട്ട് ഉണ്ടാവില്ല എന്താണ് അപ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറേ പേര് രജിസ്റ്റർ ചെയ്തു, കുറേ പേർക്ക് അപ്രൂവ് ആയി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ അങ്ങനെ വർക്ക് കിട്ടണില്ല അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇവരോട് പറഞ്ഞു എന്താ നമ്മൾ ചെയ്യാനൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് അപ്വർക്കിലെ ഒരു പുതിയൊരു മെത്തേഡ് എന്നല്ല, ഓൾറെഡി ഉള്ള ഒരു മെത്തേഡ് തന്നെയാണ് ഏജൻസി എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അത് നമ്മൾ ഓൾറെഡി മുന്നേ ഉണ്ടായിരുന്നു, നമുക്ക് ഏജൻസി നമ്മുടെ അടുത്ത് തന്നെ 2015 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളൊരു 5-8 വർക്കാണ് നമ്മൾ അതിൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ അത്ര കണ്ട് കാര്യമായിട്ട് അത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ചെയ്താലോ, നമ്മളെല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു എന്താ പറയുക ഒരു കുടക്കീഴിൽ നിന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി വർക്ക് ചെയ്താലോ എന്നുള്ളൊരു ഐഡിയ വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് ചിന്തിച്ചു. അപ്പോൾ തന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്വർക്കിൽ പ്രൊഫൈലിൽ അപ്രൂവ് ആയിട്ടുള്ള എല്ലാവരുടെയും ലിങ്ക് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. കുറേ പേരുടെ ലിങ്ക് വന്നു, കുറേ പേര്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ അപ്വർക്കിൽ ഇത്രയും പേരുടെ പ്രൊഫൈൽ അപ്രൂവ് ആയിട്ടുണ്ടെന്ന് തന്നെ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ കുറച്ച് പേരെ നമ്മളിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഈ ഏജൻസിയിൽ. അപ്പോൾ ഏജൻസിയിൽ ഇപ്പോൾ നമ്മൾ 2D അനിമേഷൻ്റെ ഒരു വർക്ക് നമുക്ക് ഓൾറെഡി വന്നു. അപ്പോൾ അത് ഒരു എറണാകുളത്ത് നിന്നുള്ള ഒരു രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടനാണ്. ആളെ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഏജൻസി സ്റ്റാർട്ട് ചെയ്തു, ഓൾറെഡി റണ്ണിങ് ആയി. പറയാൻ ഇച്ചിരി വൈകിപ്പോയി നിങ്ങളുടെ അടുത്ത്, എന്നാലും നമുക്ക് എല്ലാവർക്കും അതിൽ ഇൻവോൾവ് ആവാം. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ കുറച്ച് ഡാറ്റ എൻട്രിയിൽ ഉള്ള കുറച്ച് പേരെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഏജൻസിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നമ്മളൊരു പ്രൊഫൈൽ ഉണ്ടാക്കി, അപ്വർക്കിൽ പ്രൊഫൈൽ ഉണ്ടാക്കി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഇപ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയിലുള്ള ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ മീഡിയ ഫീൽഡാണ്. അപ്പോൾ നമ്മൾ 2D അനിമേഷൻ, 3D അനിമേഷൻ, എഡിറ്റിംഗ് അങ്ങനെയുള്ള വർക്കുകളാണ് നമുക്ക് നോർമലായിട്ട് ചെയ്യാനായിട്ട് പറ്റുക. പക്ഷേ ഏജൻസി എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ പേര്, അൺലിമിറ്റഡ് ആണ്, എത്ര പേരെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതിലൊരു നിബന്ധന എന്ന് പറയുന്നത് അവർ അപ്വർക്കിൽ പ്രൊഫൈൽ അപ്രൂവ് ആയിട്ടുള്ള ആളായിരിക്കണം. അങ്ങനെയുള്ള ആർക്കും നമ്മുടെ ഏജൻസിയിൽ അംഗമാവാം. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിവിടെ പറയും, ഞാൻ ജസ്റ്റ് ബേസ് പറഞ്ഞു പോകണുള്ളൂ. അപ്പോൾ അംഗമാവാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് 2D അനിമേഷൻ, 3D അനിമേഷൻ എന്ന് മാത്രമല്ല, ഡാറ്റ എൻട്രി, മെഡിക്കൽ ട്രാൻസ്മിഷൻ്റെ ഒരാൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടാലി, എന്തും ഏത് ഫീൽഡ്, എന്ന ഫീൽഡിൽ നിന്നൊന്നുമില്ല, ഏത് ഫീൽഡിലും നമുക്ക് ഏജൻസി ബേസിൽ വർക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ കണക്ട്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഏജൻസി എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു ഇപ്പോൾ നീച്ചെ, അതായത് ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന പോലെയാണ് ഏജൻസി വർക്ക് ചെയ്യുന്നത്. ഏജൻസി കമ്പനിയിലാകുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ചില കമ്പനികൾ പ്രൊഡക്ഷൻ കമ്പനികൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ചില കമ്പനികൾ വേറെ ഒരു രീതിയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന കമ്പനികളായിരിക്കും. ഇവിടെ ഏജൻസിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കമ്പൈൻഡാണ്. നമുക്ക് സത്യത്തിലെ ഒരു നിശ്ചയ പോലെ പോകാം, പക്ഷേ നമ്മുടെ ഒരു പുതിയ ഒരു അറ്റംപ്റ്റാണ് എന്ന് പറയുന്നത് നമുക്ക് വിവിധ മേഖലകളിൽ നിന്ന് മൾട്ടി ടാലൻറ്റഡ് ഉള്ള ആൾക്കാരനെ നമ്മൾ അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് അപ്വർക്ക് കേരളത്തിലെ എല്ലാവർക്കും നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റുന്ന, നല്ല രീതിയിൽ ഉയർന്നു വരാൻ പറ്റാവുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏതും മീഡിയ ഫീൽഡിലുള്ള എങ്ങനത്തെ വർക്ക് വന്നാലും നമുക്ക് ഏജൻസി വഴി ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഗ്രാഫിക്സ് ആയാലും 2D അനിമേഷൻ ആയാലും 3D അനിമേഷൻ ആയാലും വെബ് ഡിസൈനിങ് ആയാലും എന്തും നമുക്ക് അതുവഴി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ ഈ പറയുന്ന ഇപ്പോൾ ഈ ഡാറ്റ എൻട്രി അല്ലെങ്കിൽ എന്താ പറയുക മെഡിക്കൽ ട്രാൻസ്മിഷൻ, അതുപോലെ തന്നെ ഡാറ്റ സയൻസ്, അതുപോലെ തന്നെ ടാലി അങ്ങനെയൊക്കെ വരുമ്പോൾ അക്കൗണ്ടിങ് ഫീൽഡ് അതൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് വരും അല്ലേ? എന്നുവെച്ചാൽ ഞങ്ങളുടെ ഫീൽഡ് അല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളുടെ സഹകരണം വേണ്ടത്. അതായത് ഇപ്പോൾ അതിലുള്ള ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്ക് പോർട്ട്ഫോളിയോ ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും.
ഇതൊക്കെ കൂടാതെ ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് നോൺ എക്സ്ക്ലൂസീവ് ഫ്രീലാൻസേഴ്സിനെയാണ് ഇപ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഏജൻസിയിലും വർക്ക് ചെയ്യാം, അവർക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യാം. എക്സ്ക്ലൂസീവ് ആകുമ്പോൾ നമ്മുടെ ഏജൻസി വഴി മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു ഗുണം എന്ന് പറയുന്നത് പുതിയ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല ഒരു ഗുണമാണ്, ഉത്തേജനമാണത്. നമ്മുടെ ഏജൻസി ഇപ്പോൾ റൈസിങ് ടാലൻറ്റിലാണ് നിൽക്കുന്നത്. റൈസിങ് ടാലൻ്റ് എന്ന് പറയുന്നത് ഒരു അപ്പോർക്ക് കൊടുക്കുന്ന ഒരു പദവിയാണത്, റൈസിങ് ടാലൻറ്റ്. നമ്മുടെ ഏജൻസിയിലെ ഇപ്പോൾ ജോയിൻ ചെയ്ത് 2 പേർക്ക് ഓൾറെഡി അവരുടെ പ്രൊഫൈലും റൈസിങ് ടാലൻ്റായി നമ്മുടെ ഏജൻസിയിൽ. പക്ഷെ എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് റൈസിങ് ടാലൻറ്റ്, അതായത് കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ടോപ്പ് റേറ്റഡ് എന്ന സ്ഥലത്ത് നിന്ന് താഴേക്ക് പോകേണ്ട വന്നു. കാരണം ഏജൻസിക്ക് ഒരു കൊല്ലം $10,000 വർക്കൊക്കെ ഒരു ഏജൻസി ചെയ്യണം. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അത് ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ താഴത്തേക്ക് പോകേണ്ട വന്നു. അതൊരു വിഷയമല്ല. പക്ഷേ ഇവിടെ നമുക്ക് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതൊരു വലിയൊരു സംരംഭമാക്കി മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് ഇതേപോലെ തുടങ്ങാം കേട്ടോ. ഇപ്പോൾ ഏജൻസി ആർക്ക് വേണമെങ്കിൽ തുടങ്ങാം, അതിപ്പോൾ ഒരു ഇതൊന്നുമില്ല, ആർക്ക് വേണമെങ്കിൽ തുടങ്ങാം. പക്ഷേ അതിൽ കാശ് പേയ്മെൻ്റ് ഉണ്ട്. ഓരോ മാസം $20 വെച്ച് കൊടുക്കണം, പേയ്മെൻ്റ് ഉണ്ട്. പിന്നെ ഒരു ഷുവർട്ടി ഒന്നുമില്ല വർക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ഒരു റിസ്ക്കാണ്. എന്ത് മേഖലയിലും റിസ്ക് ഫാക്ടർ ഉണ്ടല്ലോ. ഒരു കമ്പനി തുടങ്ങുകയാണെങ്കിലും ഏജൻസി തുടങ്ങാനും റിസ്ക് ഫാക്ടർ ഉണ്ട്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ നമുക്ക് ഇത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ നമുക്കിത് നല്ലൊരു സംരംഭമാക്കി മാറ്റാൻ പറ്റും. ഇതിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ഗുണമെന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും പഠിക്കുകയാണ്. ഫ്രഷേഴ്സൊക്കെ പുതിയ എൻട്രി ലെവലുള്ളവരും അവർ പഠിക്കാൻ പറ്റും, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ജോലി കിട്ടും എന്നല്ല പറയുന്നത്. കാരണം നമ്മളൊരു പ്രൊജക്റ്റ് ബേസിസിലാണ് കൊടുക്കുന്നത്. പ്രൊജക്റ്റ് വന്നാൽ മാത്രമാണ് നമുക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ശമ്പളമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ശമ്പളം കൊടുക്കാൻ പറ്റില്ല. അത് ചെയ്യുന്നതിനനുസരിച്ചാട്ടോ നമുക്ക് പേയ്മെന്റ് ഉണ്ടാവുക. ഇപ്പം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു 2D അനിമേഷൻ ഇപ്പോൾ നമുക്ക് കിട്ടിയെന്ന്. അപ്പോൾ അതൊരു ആളെ കൊടുത്തു, ആൾക്ക് നമ്മൾ കറക്റ്റ് പറഞ്ഞു, പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ആൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഒരു വർക്ക് വരുമ്പോൾ അത് വേറെ ആൾക്ക് കൊടുക്കുന്നു, അവരെ ഇൻ്റർവ്യൂ ചെയ്ത് നമ്മൾ ഓക്കെ ആയി അയാൾക്ക് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് അയാൾക്കായിരിക്കും, അല്ലാതെ പേയ്മെൻറ്റ് ഇപ്പോൾ കറക്റ്റ് ആയിരിക്കും. അതിലൊരു പേടിക്കാനുള്ള പക്കയായിരിക്കും. പക്ഷേ ഈ സാലറി ബേസ് അല്ല, നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും പേയ്മെൻറ്റ്. കാരണം അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോർക്കിലായാലും ഏതിലായാലും വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് തന്നെയല്ല പൈസ വരാം. അതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്ക് വെച്ച് കഴിഞ്ഞാലേ കുറേ പേര് അപ്രൂവ് ആയി എന്നിട്ടും വർക്ക് കിട്ടണില്ല എന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര ഒരു ഫീലിങ്സ് ആയിരുന്നു. അപ്പോഴാണ് എല്ലാവരും കൂടിയിട്ട് ക്ലബ് ചെയ്തിട്ട് നമുക്കൊന്ന് മുന്നോട്ട് പോയാലോ എന്നൊരു ചിന്തയുണ്ടായി. ഒരു ട്രൈ ഔട്ടാണ്, ഒരു പരിശ്രമമാണ്, ഒരു ശ്രമമാണത്. ഇതിൽ നമുക്ക് വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പൂർണ്ണമായ വിശ്വാസം. വർക്കിൽ പ്രൊഫൈൽ അപ്രൂവ് ആയിട്ടുള്ള എല്ലാവരും ഏത് മേഖലയിലായാലും, ഇപ്പം മെയിനായിട്ട് നമ്മൾ നോക്കണത് അറിയാലോ, ഞങ്ങൾ മീഡിയ ഫീൽഡാണ് എങ്കിലും കൂടി നമ്മളിപ്പോൾ ഏത് മേഖലയായാലും അവരെയും കൂടി ക്ലബ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഓൾറെഡി ഇപ്പോൾ ടോപ്പ് റേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇൻ്റർവ്യൂസ് വരും. അപ്പോൾ നമുക്ക് ആ വരുന്ന വർക്കുകൾ നമുക്കത് എടുത്തിട്ട് നമ്മുടെ ഏജൻസി വഴി നമുക്ക് എല്ലാവർക്കും കൊടുത്ത് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ പറയുന്ന മെഡിക്കൽ ട്രാൻസ്മിഷനോ അതുപോലെ തന്നെ ടാലി, അക്കൗണ്ടിങ് ഫീൽഡ്, അതൊന്നും നമുക്ക് നോർമലി ഇങ്ങോട്ട് ഇൻ്റർവ്യൂസ് വരില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഫീൽഡ് അതല്ലല്ലോ. അപ്പോൾ അത് നമ്മൾ വർക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചിട്ടൊക്കെ വേണം നമുക്ക് വർക്ക് കിട്ടാനായിട്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ സഹകരണം വേണം. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ അത് നമുക്ക് അപ്ലൈ ചെയ്യാനും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. എന്നാലും ഈ ഫീൽഡിൽ നമുക്ക് വലിയ പേടിക്കാനില്ല. ഇതിൽ ആയിട്ടുള്ളവരൊക്കെ എന്തായാലും പോരെ. മറ്റുള്ളവരും വായോ, നമുക്ക് നോക്കാം. വർക്ക് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് എന്തായാലും ഡിവൈഡ് ചെയ്ത് സംഭവങ്ങൾ സെറ്റ് ചെയ്യാം. അതെ, ഫ്രീലാൻസർ ഉണ്ട്, ഗുരു ഉണ്ട്, ഫൈവർ ഉണ്ട്. ഫൈവറിലും ഇപ്പോൾ അതിലൊക്കെ ഏജൻസി സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അപ്പോർക്കിൻ്റെ പോലെയുള്ള ഒരു ഏജൻസി എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം എന്ന് പറയുന്നത് അപ്പോർക്ക് ഈ ഏജൻസിനെ വളരെ കാര്യക്ഷമമായിട്ടാണ് കൊണ്ട് നടക്കുന്നത്. വളരെ ഇതിലെ ഈ ഏജൻസി തുടങ്ങി വിജയിച്ച ഒരുപാട് പേരുണ്ട്. കൂടുതലും കേരളത്തിന് പുറത്താണ്, അത് ഇന്ത്യക്ക് പുറത്താണ്. ഒരു കേരളക്കാരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ കുറച്ച് പിന്നോക്കം നിൽക്കുന്നതുകൊണ്ടും പിന്നെ ഇംഗ്ലീഷുകാരായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മ, തോന്നല്. ആ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് പ്രശ്നം. അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക് ഇംഗ്ലീഷ് കോഴ്സുകളൊക്കെ ചെയ്ത്. പിന്നെ ഞങ്ങളും ഒരു ഇംഗ്ലീഷ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു വീഡിയോ കോൺഫറൻസിലൂടെയൊക്കെയും അങ്ങനെ ഇംഗ്ലീഷ് ക്ലാസ്സുകളോടെയും നമുക്ക് ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റും.
എനിക്ക് തോന്നുന്നു ഈ കൊറോണ എഫക്ട് ചെയ്തിട്ട് ഒരിക്കലും അപ്വർക്കിനെ എഫക്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. വെച്ചാൽ കൂടുതൽ നമുക്ക് ഈ ടൈമിൽ കൂടുതൽ ഇന്റർവ്യൂസ് ഇങ്ങോട്ട് വരികയാണ് ചെയ്തേക്കണം അല്ലേ. ഇപ്പോൾ ദിവസത്തിൽ 2 ഇന്റർവ്യൂ എങ്കിലും വെച്ച് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് എടുക്കാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഏജൻസി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇപ്പൊ ഇന്ന് ഏതാ വന്നേ 2D അനിമേഷൻ വന്ന ഇന്നൊരു മറ്റേ കർട്ടന്റെ 3D മാക്സിൽ ചെയ്യുന്ന 3Dയുടെ ഒരു വർക്കായിരുന്നു. അങ്ങനെ ഡെയിലി നമുക്കൊരു നല്ല നല്ല വർക്കുകൾ ഇങ്ങനെ ഇപ്പൊ വരുന്നുണ്ട്. ഇന്റർവ്യൂ കുറെ വരും. എല്ലാ ഇന്റർവ്യൂ നമുക്ക് പാസ്സാകാൻ പറ്റണമെന്നില്ല. അവര് ഒരുപാട് പേരിന് ഇന്റർവ്യൂ ചെയ്യും. 100-100 പേരിന് ഒരു പക്ഷേ ഇന്റർവ്യൂ ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ 10 പേരിന് ഇന്റർവ്യൂ ചെയ്യും. ചിലപ്പോൾ ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ക്വിക്കായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ ആ ജോബ് നമുക്ക് കിട്ടും. അങ്ങനെ പലതും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ക്വിക്കായിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പ്രൊഫൈലൊക്കെ ഉണ്ടാക്കി നന്നായി ഫോളോ അപ്പ് ചെയ്യണം. ഇപ്പോൾ ഞങ്ങളുടെ ഏജൻസിയിൽ അപ്പോൾ നമ്മുടെ ഈ പുഷ്പത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയ ഒരു വ്യക്തി നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്, ഏജൻസിയിൽ ചേർന്നിട്ടുണ്ട്. സോനു എന്നാണ് പേരുന്നത്. അപ്പോൾ സോനു പറയണം, അത് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ അപ്വർക്കിൽ വന്നത്. എനിക്ക് വന്നിട്ട് ജോലി കിട്ടി പെട്ടെന്ന്. ഞാൻ നോക്കിയപ്പോൾ ഒരു $83 ആൾക്ക് ഏൺ ചെയ്തിട്ടുണ്ട്, ആൾക്ക് വർക്ക് ചെയ്തിട്ട്. അത് സ്റ്റാർട്ടിങ് ആണ്. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാണ്. എന്നുള്ള പോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടി ശ്രമിക്കുക. പെട്ടെന്നൊന്നും അപ്രൂവൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്വർക്കിൽ അപ്രൂവലിന് ശ്രമിച്ചിട്ട് പതുക്കെ കയറി വരാൻ പറ്റും. പെട്ടെന്നൊന്നല്ല. എൻ്റെ കാലത്ത് ഞാൻ അപ്വർക്ക് കണ്ടെത്തിയത് ഇങ്ങനെ വീഡിയോ കണ്ടിട്ടൊന്നുമല്ല, യൂട്യൂബ് വീഡിയോ കണ്ടിട്ടൊന്നുമല്ല. ഞാൻ ഒരു സമയത്ത് ജോലിക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് വളരെയധികം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകസ്മികമായിട്ടാണ്, ആക്സിഡൻ്റലിയാണ് ഞാൻ ഈ അപ്വർക്ക് കണ്ടുമുട്ടുന്നത്. പക്ഷെ അതിൽ അന്നൊക്കെ കുറേശ്ശെ അപ്ലൈ ചെയ്തു. അങ്ങനെ കുറേശ്ശെയാണ്, പതുക്കെയാണ്. പിന്നെ കുറച്ച് നാൾ വർക്ക് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും അപ്വർക്കിൽ വരുന്നത്. അങ്ങനെയാണ് പിന്നെ വളരെ ഫുൾ ടൈമായിട്ട് അപ്വർക്കിൽ നിൽക്കുകയാണ് 2013 മുതൽ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പം പ്രൊഫൈൽ അപ്രൂവ് ആയവരെയാണ് ഇപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ക്ഷണിക്കുന്നത്. അല്ലാത്തൊരു വിഷമിക്കണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വർക്ക് ലോഡ് കൂടുതലാണ്, നമുക്ക് ചെയ്യാൻ പറ്റാത്ത അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഏജൻസിയിൽ നിന്ന് പുറത്തും വർക്ക് ഫ്രീലാൻസേഴ്സായിട്ട് നമുക്ക് നിങ്ങളെ എടുത്ത് ചെയ്യാം. ഇപ്പോൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും, അയ്യോ എൻ്റെ ഒന്ന് അപ്രൂവ് ആയിട്ടില്ല ചെയ്യാണെന്താ ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ളവരും ആയോ. നമുക്കിപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ അപ്രൂവ് ആയവരെ വിളിച്ചു, ഇപ്പോൾ എത്ര പേര് വരും എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. അതുപോലെ തന്നെ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആൾക്കാരെ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പം നിങ്ങൾ കഴിവുള്ളവരാണ്, നല്ല എഫിഷ്യൻ്റ് ആയിരിക്കണം കേട്ടോ. നമ്മൾ ഒരു വർക്ക് നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ വർക്ക് എടുത്തിട്ട് നമുക്കത് കറക്റ്റ് അവർ പറയുന്ന ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ശരിക്കും നമ്മുടെ ആ ഒരു ഗ്രേഡ് താഴ്ത്തിക്ക് തന്നെ പോകും. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാതിട്ടാ മര്യാദയ്ക്ക് വർക്ക് ചെയ്യണേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ നല്ല എഫിഷ്യൻ്റ് ആണെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വരൂ. അപ്പോൾ നമുക്ക് അങ്ങനെ വർക്കുകൾ കൂടുതൽ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പല മേഖലകളും ഉണ്ടാവും, അപ്പോൾ എല്ലാവരും നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്കും ഞങ്ങൾ ഡിവൈഡ് ചെയ്ത് തരാം. നമ്മളെന്തായാലും ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ അപ്രൂവ് ആയവരെ നോക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ഏജൻസി ബേസിലാകുമ്പോൾ നമുക്ക് പേടിക്കാനില്ല, അങ്ങനെ അവർക്ക് അങ്ങോട്ട് കൊടുക്കാം. മറ്റേത് പുറത്ത് വർക്ക് കൊടുക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇത് നമുക്ക് കൂടുതൽ ഇങ്ങനെ വർക്കുകൾ വരികയാണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് ചെയ്യാം. അപ്പം അങ്ങനെയുള്ളവരും എന്താ ചെയ്യേണ്ടത്, അവർ ലിങ്ക് തരിക. എന്താ ചെയ്യുക അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവരുടെ പ്രൊഫൈൽ ലിങ്കാണ് ഫസ്റ്റ് കാണേണ്ടത്. അതായത് അപ്വർക്കിലത്തെ പ്രൊഫൈൽ നമുക്കൊന്ന് കാണണം. അങ്ങനെ കണ്ടു കഴിഞ്ഞ് നമ്മളൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ഒന്ന് ഫോൺ നമ്പർ തരികയാണെങ്കിൽ നേരിട്ടൊന്ന് വിളിച്ച് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം രൂപം കിട്ടും. അപ്പം നമുക്ക് ഒരുപാട് ഓക്കെ എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആവശ്യപ്പെടും. അതായത് അപ്വർക്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ID ഉണ്ട്. ആ ഇമെയിൽ ID ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ അയക്കാൻ പറ്റും. ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ഏജൻസിയിൽ അംഗമായി. അത് നമ്മൾ പ്രൊഫൈൽ ഓൾറെഡി നമ്മളെ അപ്വർക്കിൽ അപ്രൂവ് ആയവരുടെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ അപ്രൂവ് ആവാത്തവരെന്ന് പറയുന്നത് നമുക്ക് ഏജൻസിക്കും എനിക്കൊക്കെ വർക്ക് വരുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വർക്കുകളുണ്ടെങ്കിൽ, അങ്ങനത്തെ വർക്കുകളുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് ഏജൻസിയിലുള്ളവർക്കാണ്. എന്നിട്ട് അവിടെ നടന്നില്ലെങ്കിൽ നമുക്കത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഷെയർ ചെയ്ത് അവർക്ക് കൊടുത്ത് അവരുടെ പേയ്മെൻറ്റ് ഞാൻ ഡയറക്റ്റ് കൊടുക്കുക ചെയ്യുക. ഡയറക്റ്റ് കൊടുത്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ രീതി. അല്ല, അപ്പോൾ അവരെന്താ നമ്മൾ ലിങ്ക് അവരുടെ അത് ലിങ്ക് ആവശ്യമില്ലല്ലോ, കാരണം അവരുടെ ഫോൺ നമ്പർ മതി. അത് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ചെയ്യാം. അത് കമ്മ്യൂണിറ്റിയിൽ ഇട്ടാലും മതി. പതുക്കെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും.
പിന്നെ നമ്മൾ വീഡിയോ കോൺഫറൻസിങ്ങിൻ്റെ ആപ്പൊക്കെ ഉണ്ട് നമുക്ക്. അത് ഫേസ്ബുക്കിൻ്റെ തന്നെ വർക്ക് പ്ലേസ് ഒക്കെ ഉണ്ട്. ഫേസ്ബുക്കിൻ്റെ വർക്ക് പ്ലേസ് ഉണ്ട്. ആ വർക്ക് പ്ലേസിൽ വേണം നമ്മൾ ഈ ഇങ്ങനത്തെ ഏജൻസിയിൽ വർക്ക് ചെയ്യണവരെ, നമ്മൾ റിമോട്ടായിട്ട് വർക്ക് ചെയ്യണവരെ നമ്മൾ ചാറ്റിങ്ങും വീഡിയോ കോൺഫറൻസൊക്കെ ചെയ്യാം. വർക്ക് പ്ലേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് എൻ്റെ ഇൻവിറ്റേഷൻ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ അയച്ചു തരും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഇട്ടോളൂ. അപ്പോൾ നമ്മൾ അവിടുന്ന് നമുക്കൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് എന്തായാലും മുന്നേറാം. നമ്മൾ കുറേ പേര് വർക്കില്ലാണ്ട് വിഷമിക്കുന്നത് വേണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനമാക്കണം. ഓക്കെ, അപ്പോൾ ആരും പേടിക്കുന്നത് വേണ്ട. നമുക്ക് എന്താ പറയുക, ഒരിക്കലും നമ്മൾ തോറ്റു പോകാൻ പാടില്ല. നമ്മളിപ്പോൾ കുറേ പേര് കുറേ പേര് വിഷമിക്കുന്നുണ്ടാവും. ആ ഒരാളും വിഷമിക്കണ്ട. നമുക്ക് മാക്സിമം നമുക്ക് ഒന്നുകൂടി അപ്രൂവ് ചെയ്യാൻ വേണ്ടി, അതായത് പ്രൊഫൈൽ അപ്രൂവ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാർഗം നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവരുടെയും ഒന്ന് എന്താ പറയുക, എല്ലാവരെയും ഒന്ന് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് മുന്നേറാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് നമുക്ക് കിട്ടിയെന്നതിൽ വലിയൊരു സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കുറേ ഒരാൾ ചോദിച്ചിരുന്നു കൊറോണ കാലത്ത് മൊബൈലിലൂടെ ഒക്കെ കാശുണ്ടാക്കാൻ പറ്റുന്ന അങ്ങനത്തെ വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ആപ്പുകൾ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.